BSc നഴ്സിംഗ് പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോച്ചിങ്. ഈ കോളേജുകൾ നല്ല ക്യാമ്പസുകളെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. കേരളത്തിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് LBS മുഖാന്തരമാണ് കേരളത്തില് നമുക്ക് +2 മാർക്ക് അപ്ലോഡ് ചെയ്യുകയും ഏറ്റവും നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ, അതായത് ലാസ്റ്റ് കിട്ടുന്നത് ഒരു പക്ഷേ 97% കുട്ടികൾക്കായിരിക്കാം കേരളത്തിലെ സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത. ഇതിന് റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള സീറ്റുകളുടെ അളവ് വളരെ കുറവാണ്. ഒരു വർഷം കേരളത്തില് നഴ്സിംഗ് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 1,00,000-ഓളം വിദ്യാർത്ഥികളാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ 14 ഗവൺമെന്റ് കോളേജുകൾ, അതുപോലെ സ്വാശ്രയ കോളേജുകളിലെല്ലാം കൂടി നമുക്ക് വരുന്ന ടോട്ടൽ സീറ്റ് വളരെ കുറവാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 9,557, അതായത് 10,000 സീറ്റും ഉണ്ട്, 1,00,000-ഓളം അപ്ലിക്കൻസും അവൈലബിൾ ആണ്. ഈ സാഹചര്യത്തില് കുട്ടികള് അതുപോലെ പാരൻസ് എന്തായാലും ക്വാളിറ്റി നോക്കും, അല്ലെ? ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങളില് ഏറ്റവും പ്രാധാന്യം നമ്മള് ഏറ്റവും നല്ല കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആവണം, അല്ലെ? ടൂൾസ് ഉണ്ടാവണം. അങ്ങനെയുള്ള നല്ല കാത്ത് ലാബും അതുപോലെയുള്ള ഫെസിലിറ്റീസും ഒക്കെയുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ മക്കൾ പഠിക്കണേ എന്ന് സങ്കല്പിക്കാം. അതേപോലെ നമ്മുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് നല്ല മെഡിക്കൽ കോളേജ്, ഒരു പക്ഷേ 200 ബെഡൊക്കെയുള്ള മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ മക്കള് പഠിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോഴുള്ള പല മെച്ചങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ആ മെഡിക്കൽ കോളേജിൽ പോകാനും അവർക്ക് റിയൽ ടൈം ആയിട്ട് പല കാര്യങ്ങള് രോഗികളെ പരിചരിപ്പിക്കാനും അതുപോലെ തന്നെ ശുശ്രൂഷിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഒരു നീഡിലെടുത്ത് അവർക്ക് ബ്ലഡ് എടുക്കാനും അതുപോലെ മലമൂത്ര വിസർജ്യങ്ങള് അവ ടെസ്റ്റ് ചെയ്യാനും കൾച്ചർ ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ നാളെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവര് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, നാട്ടിൽ മാത്രമല്ല അത് വിദേശത്ത് കൂടി ആയാലും അവർക്ക് അത് ഭയങ്കര മെച്ചം ചെയ്യും, ഉപകാരം ചെയ്യും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒരുക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള പരിമിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മള് സാധാരണയായിട്ട് ഭൂരിഭാഗം മക്കളും ബാംഗ്ലൂരിലേക്ക് ചേക്കേറുന്ന ഒരു പ്രതിഭാസം കാണാം. എന്തുകൊണ്ടാണ് അവര് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ 1, നല്ല ഫെസിലിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 2, അവര് വിദേശത്തുള്ള ഫോർ എക്സാമ്പിൾ അയർലാൻഡ്, കാനഡ, UK, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ, യൂറോപ്പിൽ തന്നെ ജർമ്മനി അതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളിൽ അവർക്ക് ഒരു ജോബ് ഓഫർ വരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ജോബ് ഓഫറിന് ഒരു പ്രീകർസർ എന്നുള്ള നിലയില് അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്, അതായത് IELTS ട്രെയിനിങ്, നമുക്കറിയാം 4 മൊഡ്യൂളാണ് അതിലുള്ളത്. റീഡിങ് ഉണ്ട്, ലിസണിങ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, 4ാമത്തെ സ്പീക്കിംഗ് ആണ്. അപ്പൊ ആ മോഡ്യൂളുകളെല്ലാം തന്നെ അവിടെ നഴ്സിംഗിന്റെ കോഴ്സിനോടൊപ്പം തന്നെ അവരെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ജർമ്മൻ ലാംഗ്വേജ് A1 A2 B1 B2 ഇത്തരത്തിലുള്ള അവരെ ഇൻഡസ്ട്രി റെഡി ആക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമുക്ക് കർണാടകയിലുള്ള ബാംഗ്ലൂരുള്ള കോളേജുകളില് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻട്രൻസിന്റെ പരീക്ഷ, എൻട്രൻസ് പരീക്ഷേനെ നമ്മള് KEA എന്നാണ് പറയാ. ഇതില് പല കോഴ്സുകളുണ്ട്, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നഴ്സിംഗ് ആണ് എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം KEA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി എന്നാണ്. ഈ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. KEA.KAR.NIC.IN വെബ്സൈറ്റ് ഒരു പ്രാവശ്യം കൂടിയും പറയാം, KEA.KAR.NIC.IN. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. ജനുവരി 23 തൊട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 18 വരെയാണ് ഇതിന്റെ അവസാന തീയതി. ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇനിയും സമയമുണ്ടല്ലോ. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ് ആദ്യം തന്നെ മാറ്റി കളയാനായിട്ട് സ്റ്റുഡൻസ് ആയാലും പേരൻസ് ആയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. എക്സാം എന്ന് പറയുന്നതിന്റെ ഡേറ്റ് ഏപ്രിൽ 16 17 2 ദിവസമാണ്. അപ്പൊ നിങ്ങള് ബാംഗ്ലൂർക്ക് തീർച്ചയായിട്ടും പോയി അവിടെ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മള് ബാംഗ്ലൂർക്കുള്ള ട്രെയിനിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റൂമിന്റെ ബുക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മള് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റഷ് ഒഴിവാക്കാനായിട്ടും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് കിട്ടാതെ റൂം കിട്ടാണ്ട് എല്ലാം പല പേരൻസും പറയുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. തികച്ചും ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് ഈ പരീക്ഷ. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം, അതായത് മെയ് 4 ഞായറാഴ്ച നീറ്റ് റിസൾട്ട് വരും, നീറ്റ് എക്സാം വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കൃത്യം ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ റിസൾട്ടൊക്കെയും വരും അല്ലെ. അപ്പൊ ആ റിസൾട്ട് ജൂൺ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ KEAയുടെ പോർട്ടലിൽ കയറിയിട്ട് KEA പോർട്ടലിൽ നിങ്ങളുടെ നീറ്റിന്റെ എൻറോൾമെന്റ് നമ്പർ, അതുപോലെ നീറ്റിന്റെ സ്കോർ കാർഡിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ റിസൾട്ട് എത്ര മാർക്കാണോ അത് എൻ്റർ ചെയ്യണം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ടും സോഫ്റ്റ്വെയർ പ്രോസസ്സാണ്. സോഫ്റ്റ്വെയർ KEAയുടെ NTA ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ആ ഡാറ്റ ഫെച്ച് ചെയ്യും. നിങ്ങൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ ശരിയാണോ, നിങ്ങൾ കൊടുത്തിട്ടുള്ള മാർക്ക് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടാവുക. അപ്പൊ കൗൺസിലിങ്ങിന് നിങ്ങളെ വിളിക്കും. നല്ല കോളേജുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കുന്നതുമാണ്. KEA എന്ന് പറയുമ്പോൾ നമ്മള് നഴ്സിംഗ് മാത്രമല്ല, എഞ്ചിനീയറിങ്ങിന് MBBS, BDS, അതുപോലെ ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറയും, BNYS, പിന്നെ ആർക്കിടെക്ചർ. നമുക്കറിയാം പടം വരയ്ക്കുമ്പോൾ നാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് ആണ് അല്ലെ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. അപ്പൊ ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ BSc എഗ്രികൾച്ചർ, കൃഷി ഓഫീസറൊക്കെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc എഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്. അതുപോലെ വെറ്റിനറി ഡോക്ടർ അല്ലെ, മൃഗ ഡോക്ടർ എന്ന് പറയുന്ന വെറ്റിനറി കോഴ്സിലേക്ക് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പിന്നെ ഫാർമസി, B.Pharm. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളിലേക്കും വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും KEA എന്ന് പറയുന്ന ഈ ഒരു എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്.
നമ്മളുടെ കാറ്റഗറി നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കർണാടക കാറ്റഗറി എന്ന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ചില കുട്ടികൾ തെറ്റിയിട്ട് കർണാടക കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് 18-ാം തീയതി കന്നഡ ഭാഷയിൽ തന്നെ എക്സാം ഉണ്ട്, ഇതേ എക്സാം. അപ്പൊ നോൺ കർണാടക കാറ്റഗറി എന്ന് നിങ്ങൾ പറയണം. കേരളത്തിൽ നമുക്കറിയാം 189 കോളേജ് ഉണ്ട്. 10,000-ൽ താഴെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 9,557 സീറ്റ് അവൈലബിൾ ആണ്. അതിലെ നമുക്ക് വരുന്നത് 14 ഗവൺമെന്റ് കോളേജാണ്. അപ്പം ഈ പറയുന്ന 1,00,000 വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന 10,000-ൽ താഴെ സീറ്റ് എന്തായാലും 10-ൽ 1 സീറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സാണ് തെരഞ്ഞെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് KEA എന്ന് പറയുന്ന ഒരു പരീക്ഷ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു കാര്യം, ഈ കർണാടകത്തിലും പലതരത്തിലുള്ള ലോക്കൽ കോളേജുകൾ അവൈലബിൾ ആണ്. ഈ ലോക്കൽ കോളേജിലൊക്കെയും പോയി നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കാൻ പാടില്ല. നല്ല ക്യാമ്പസുകൾ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മോനോ മോളോ ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുള്ള ക്യാമ്പസിൽ പഠിക്കാനേ ഞാൻ വിടുള്ളൂ. അത് വിചാരിച്ചിട്ട് ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജ് മോശം എന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റലുള്ള ക്യാമ്പസുകൾ തന്നെയായിരിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുള്ള മക്കളാണ്, പാരൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ ഹോസ്പിറ്റൽ ജംഗ്ഷന്റെ എതിർവശം, അതായത് അറേബ്യൻ ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ സൈഡിൽ ഉള്ള ഒരു വഴിയുണ്ട്. 100 മീറ്റർ അടുത്താണ് മാതൃക അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. തീർച്ചയായിട്ടും പാരൻസ് അതുപോലെ മക്കള് പലതരത്തിലുള്ള കൗൺസിലിങ്ങിനെല്ലാം തന്നെ വരുന്നുണ്ട്. എക്സാമിനേഷന് പേടി, പരീക്ഷ തോൽക്കുമോ എന്നുള്ള ഭയം, ചില സബ്ജക്റ്റ് തീരെ പഠിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയും പറഞ്ഞിട്ട് പലതരത്തിലുള്ള അവര് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ കിട്ടാനൊക്കെയും നമ്മുടെ അവിടേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മാർച്ച് 3-ാം തീയതിയോ 6-ാം തീയതി ഒക്കെ ആണെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ +2-ന് ശേഷം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോഴ്സിലേക്കാണ് നിങ്ങൾ ആപ്റ്റ് ആവുക എന്ന് പറയപ്പെടുന്ന ഒരു അഭിരുചി പരീക്ഷ, ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ തരാണ്. തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ല. നല്ല കാര്യങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇനിയും വരും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് മണിയടിക്കാനും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ആ മണി ബെല്ല് തല്ലി പൊട്ടിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ദെൻ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.